അപ്പോൾ നമ്മളിന്ന് പറയാൻ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പിലറി റൈസ് അഥവാ ഡാംനെസ് ഇൻ ദ വാൾ. അതായത് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ചുമരിലേക്ക് വെള്ളം എടുത്തിട്ട് ചുമര് ബിസ്ക്കറ്റ് പൊടിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് കാപ്പിലറി റൈസ് അല്ലെങ്കിൽ വാൾ ഡാംനെസ് എന്ന് പറയുന്നത്. സോ അതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുവർ ക്വാളിറ്റി ബ്രിക്ക് വർക്കും പിന്നെ നമ്മൾ ചെയ്യുന്ന പ്ലാസ്റ്ററിങ്ങിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന സാൾട്ട് കണ്ടൻറ്റുള്ള സാൻഡ് കൊണ്ടൊക്കെയാണ് അത് ഉണ്ടാവുന്നത്. നമുക്ക് ഈ ഡാംനെസ് ഒഴിവാക്കാൻ രണ്ട് ടെക്നിക്കുകളുണ്ട്. ഒന്ന് ട്രഡീഷണൽ മെത്തേഡും ഒന്ന് മോഡേൺ മെത്തേഡും. മോഡേൺ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ തറയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ബെൽറ്റ് ചെയ്യാന്ന് പറയും. എന്നിട്ട് അതിന് ഡാം പ്രൂഫ് കോട്ട് ചെയ്തിട്ട് ബാക്കി കൺസ്ട്രക്ഷൻ ചെയ്യാം. അത് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ട്രഡീഷണൽ മെത്തേഡാണ്. അതായത് വോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ ഗ്യാപ്പ് വെച്ചിട്ട് നീക്കി ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ വെള്ളം ഇങ്ങനെ വന്നിട്ട് അവിടെ സ്റ്റക്കാവും, ആ കോണിലേക്ക് പോവും, അവിടെ ഇങ്ങനെ ലോക്കാവും, പിന്നെ മേലോട്ടേക്ക് റൈസ് ചെയ്യുമ്പോൾ പിന്നെയും സ്റ്റക്കാവും. അങ്ങനത്തെ ഒരു ലോക്കിംഗ് ടെക്നിക്കാണ്. അതായത് നമ്മൾ സൺഷെയ്ഡിനൊക്കെ കോപ്പിംഗ് ഒക്കെ കൊടുക്കുന്നില്ലേ, വെള്ളം ഇങ്ങനെ വന്ന് അത് ചുമരിലേക്ക് പോകാണ്ടിരിക്കാൻ നേരെ വന്ന് അവിടെ നിന്ന് താഴോട്ടേക്ക് ഉറ്റി വരുന്ന അതുപോലുള്ള ഒരു തരം ടെക്നിക്കാണ്. അത് പണ്ട് കാലത്ത് എല്ലാവരും യൂസ് ചെയ്ത് വന്നൊരു ടെക്നിക്കാണത്. അതായത് ഇതിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഷ് ചെയ്തിട്ടുള്ള സാൻഡ് മാത്രം കൺസ്ട്രക്ഷൻ്റെ ആവശ്യത്തിന് യൂസ് ചെയ്യുക. സാൾട്ട് കണ്ടൻറ്റ് ഉണ്ടാകുമ്പോൾ അത് പിന്നീട് റിയാക്ഷൻ നടക്കുകയും നമ്മുടെ നാട്ടിൽ 6 മാസത്തിൻ്റെ അടുത്തോളം മഴയുണ്ടാകുന്നൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ മാത്രമല്ല, എല്ലാവിടെയും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. സാൾട്ട് കണ്ടൻറ്റ് ഉണ്ടാകുമ്പോൾ അത് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കൊണ്ട് കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടാവും. സോ ബെറ്റർ വാഷ് ചെയ്തിട്ടുള്ള സാൻഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ബൈ.